ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് ദ്വിദിന രാപ്പകൽ സമരം ഇന്ന് രാവിലെ തുടങ്ങി ACCN സെക്രട്ടറി KC വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നു. AK സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, രാപ്പകൽ സമരം തുടരുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണറുടെ വസതിക്ക് മുന്നിൽ നേരത്തെ രാജ്ഭവൻ, ഇപ്പോൾ ലോക് ഭവൻ എന്ന് പറയപ്പെടുന്ന രാജ്ഭവന് മുന്നിൽ കോൺഗ്രസ് രാപ്പകൽ സമരം നടത്തുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? നേതാക്കളുടെയൊക്കെ രാത്രിയിലെ പ്രതിഷേധം എങ്ങനെയാണ്? ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ രാത്രി അവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്? നിതീഷ്, ഏതായാലും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ഈ പന്തലിൽ തന്നെ ഉണ്ട്. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ഇപ്പോഴും നേതാക്കളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഷേധം അങ്ങനെ തന്നെ വേണം ഇതിനെ കാണാൻ. കാരണം ഇന്ന് രാവിലെ തുടങ്ങിയ പ്രതിഷേധം നാളെ രാവിലെ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്വന്തമായി ഒരു ഊർജം കൈവരിക്കേണ്ടതുണ്ട്. അതിന്റെ എല്ലാം ഭാഗമായിട്ട് കൂടിയാണ് ഈ സമരം മാറുന്നത്. ലോക് ഭവന് മുന്നിൽ ആണ് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ച് അതിങ്ങനെ സജീവമായി ഈ രാത്രിയിലും മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം CPM-ന്റെ LDF-ന്റെ ഒരു പ്രതിഷേധ ധർണ സത്യാഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു. അതേപോലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം ഇവിടെ തുടരുന്ന കാഴ്ചകൾ ഇന്നും രാത്രിയിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ തന്നെ ഈ സമരപ്പന്തലിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ACC ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത ആ രാപ്പകൽ സമരം ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും വളരെ സജീവമായി രാത്രിയിലും കോൺഗ്രസിന്റെ രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ്.